അതിനു വേണ്ടിയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നു തോന്നുന്നു. യോഗിയാവാനുള്ള പ്രാക്ടീസാണ് ഈ വിവാഹം കഴിക്കുന്നത്. മനസ്സിലായോ? ഓം. എന്താണ് ഈ ഓം? ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഃ. നിത്യവും യോഗികൾ ധ്യാനിക്കുന്ന സ്വരം എന്ന് പറയുന്നു. ആരാ യോഗി? ആ ശാന്തസ്ഥിതിയെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവർ നിത്യവും ധ്യാനിക്കുന്ന, അല്ലെങ്കിൽ ശാന്തസ്ഥിതി പ്രാപിച്ചവരിലും നിത്യം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിമസ്വരം, ഫസ്റ്റ് റിവർബറേഷൻ, ആദിയിലെ സ്പന്ദം. എന്താ ഓമിൻ്റെ അർത്ഥം? ഓ മേ ഹും, അതാവുന്നു ഞാൻ എന്നാണ് ഓമിൻ്റെ സരളമായ അർത്ഥം. ഞാൻ എന്താണോ അതാണ്. ഞാൻ അതാണെന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഈ കാണുന്ന ഈ പ്രപഞ്ചമെല്ലാം വേറൊന്നല്ല, ഊർജത്തിൻ്റെ കളിയാന്ന് നമുക്കറിയാമല്ലോ. ഈ ഊർജം എങ്ങനെയാണ്? സ്പന്ദസ്വരൂപമുള്ളതാണ്, ചലനശീലമുള്ളതാണ് ഊർജം. ഒരു സ്ഥിരമായിട്ട് നിൽക്കുന്നത്, ചലിച്ചുകൊണ്ടേയിരിക്കും. ആ ചലനം അനുഭവപ്പെടുന്ന വൈബ്രേഷനായിട്ടാണ്, ആ ആദിമമായിട്ടുള്ള വൈബ്രേഷൻ. അതിനെയാണ് ഓം എന്ന് പറയുന്നത്. ഇത് നമുക്കെങ്ങനെ അനുഭവിക്കാം? ഇതിൻ്റെ അനുഭൂതിയാണ് നമുക്ക് എത്തിപ്പെടുന്നത്. കാരണം നിത്യം ധ്യായന്തി യോഗിനഃ കാമദം എന്ന് വെച്ചാൽ വാട്ട് എവർ ഡിസയേഴ്സ് വി ഹാവ്, ആ ഡിസയറിനെ നമുക്ക് സാധിച്ചിരിക്കുകയും മോക്ഷദം, മോഹങ്ങളെ എല്ലാം ഇല്ലാതാക്കി നമുക്ക് പരിപൂർണമായ ശാന്തിയും പ്രദാനം ചെയ്യാനുള്ള തത്വമാണ് ഓം. അതാവുന്നു ഞാനെന്നും ഈശ്വരനെന്നും ഗുരുവെന്നും ആത്മമെന്നും പല പേരിൽ വിളിക്കപ്പെടുന്ന ഒരേ സത്യമാണ് ആദിമ യോഗികൾ ഓം എന്ന് വിളിച്ചു. ഓം അനുഭൂതിയാണ്, ഓമിൻ്റെ അനുഭൂതിയാണ് വേണ്ടത്. ഓമിൻ്റെ അനുഭൂതി എന്ന് വെച്ചാൽ ആത്മാനുഭൂതിയാണ്, ഈശ്വരാനുഭൂതിയാണ്. പ്രപഞ്ചത്തിൻ്റെ സകല രഹസ്യങ്ങളും അവിടെ അടങ്ങിയിരിക്കുന്നു. നമ്മുടെ മൂക്കിന് 2 ദ്വാരം അല്ലേ? ഒന്ന് ഇടത്തെ ദ്വാരം, ഒന്ന് വലത്തെ ദ്വാരം. ഈ 2 ദ്വാരങ്ങളും ആജ്ഞാചക്രത്തിൽ വെച്ച് 2 നാഡികളായിട്ട് പിരിയുന്നു. നാഡികളുടെ പേര് വലതുവശത്തൂടും തുടങ്ങി വലതുവശത്ത് ഇങ്ങനെ കറങ്ങി താഴെ മൂലകണ്ഠത്തിൽ വന്നുകൊണ്ട് പിങ്കളാ നാഡി എന്ന് പറയും. ഇടതുഭാഗത്ത് ഒഴുകി മൂലാധാരം വരെ കണ്ഠത്തിൽ പരസ്പരം പിരിഞ്ഞ് സർപ്പങ്ങളെ പോലെ ചേർന്ന് മൂലത്തിൽ വന്നു മുട്ടുന്ന നാഡിയെ ഇടാനാഡി എന്ന് പറയും. ഇടയും പിങ്കളയും. പിങ്കളാ നാഡിയെ സൂര്യനാഡി എന്നും ഇടാനാഡിയെ ചന്ദ്രനാഡി എന്നും വിളിക്കും. സൂര്യൻ എന്ന് വെച്ചാൽ എന്താ? ചൂട്, ഉഷ്ണം. ചന്ദ്രൻ എന്ന് വെച്ചാൽ ശീതളം, സൗമ്യം, തണുപ്പ്, ചൂട്. ഈ 2 നാഡികളുള്ള പ്രാണപ്രവാഹം കൊണ്ടാണ് നമുക്ക് ഡ്യുവാലിറ്റി അനുഭവപ്പെടുന്നത്. ഡ്യുവാലിറ്റി എന്ന് വെച്ചാൽ എന്താ? ദ്വന്ദ്വം, 2 ഉണ്ടെന്ന് തോന്നുന്നത്, ഞാനും നീയും ഇല്ലേ? ഈ അനുഭവം ഉണ്ടാവാനുള്ള കാരണം നാഡികളുടെ ചലനമാണ്. പിങ്കളാ നാഡി ചലിക്കുമ്പോൾ നമ്മൾ ആക്ടിവിറ്റി പ്രധാനമായിട്ടുള്ള, ലോജിക് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇടാനാഡി ചലിക്കുമ്പോഴോ കാവ്യാത്മകമായിട്ടുള്ള, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും. ഒന്ന് ഡിവോഷണൽ നാഡി ഇടാനാഡി, പിങ്കളാ നാഡി ലോജിക്കൽ നാഡി എന്ന് പറയാം. മനുഷ്യർ പൊതുവെ പ്രവർത്തിക്കുന്ന ഈ 2 വിഷയങ്ങളില്ലേ, ഒന്നുകിൽ ലോജിക്കലായിരിക്കും അല്ലെ ഇമോഷണലായിരിക്കും. ഇത് നാഡിക്കനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഈ നാഡികളുടെ രഹസ്യം, നാഡികളുടെ ശുദ്ധി, നാഡികളുടെ ഏകീകരണം, ഇതൊക്കെ യോഗത്തിൽ ലക്ഷ്യമാണ്. ഇടാനാഡി ശുദ്ധമാകുമ്പോൾ നമ്മളുടെ ഇമോഷനുകളൊക്കെ ശുദ്ധമായി വരും. പിങ്കളാ നാഡി ശുദ്ധമാകുമ്പോൾ നമ്മുടെ ലോജിക്കിന് ക്ലാരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ 2 കൂടെ ശുദ്ധമായി ചേർന്ന് വരുമ്പോൾ ഈ 2 നാഡികൾ ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ നാഡിയാണ് സുഷുമ്നാ നാഡി എന്ന് വിളിക്കുക. ഇത് പലതായി പിരിഞ്ഞ് 14 നാഡികൾ, 72,000 നാഡികളൊക്കെ ആയി പോകുന്നതായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതിനൊന്നും പറ്റി നമുക്കറിയേണ്ട കാര്യമില്ല. ഇത്രയും കാര്യം അറിഞ്ഞിരിക്കണം. ഇട, പിങ്കള ആൻഡ് സെൻട്രൽ സുഷുമ്ന. നമുക്ക് ഈ ധ്യാനാവസ്ഥയിലേക്ക് പോകണം. ഈ 2 നാഡികൾ ഒന്ന് ചേരണം. സുഷുമ്ന ഉണരാതെ ധ്യാനം ഉണ്ടാവുന്നതല്ല. ശുദ്ധി ഉണ്ടാവുമ്പോൾ, നാഡിക്ക് ശുദ്ധി ഉണ്ടാവുമ്പോൾ, ചക്രങ്ങൾക്ക് ശുദ്ധി ഉണ്ടാവുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് ശുദ്ധി ഉണ്ടാവും. ചിന്തകളെ കോൺഷ്യസ് ആയിട്ട് ശുദ്ധമാക്കുമ്പോൾ അത് കൂടുതൽ ശുദ്ധമാകും. ഒന്ന് നമുക്ക് ഇപ്പം തന്നെ നിങ്ങളിരിക്കും, നിങ്ങളിലേക്ക് എവിടെ വേണ്ടാത്ത ചിന്തകൾ കടന്നു വരുന്നത് ഉണ്ടോ?
ഇത് നിങ്ങൾ കോൺഷ്യസ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണ്ടേ? നമുക്ക് ചിന്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. ചിന്ത എന്ന് വെച്ചാൽ വിചാരങ്ങൾ, അത് അകത്തുനിന്നും വരും പുറത്തുനിന്നും വരും. പുറത്തുള്ള കാര്യം സ്പാർക്ക് ചെയ്തില്ലേ? ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത്, ഇങ്ങനെ രണ്ടു തരമാണ് വിചാരങ്ങൾ പൊതുവെയുള്ളത്. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തത്, അത് നമുക്ക് ഒന്നിനോട് രാഗം അല്ലെങ്കിൽ ഒന്നിനോട് ദ്വേഷം, ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് വരും. ചിലരെ കണ്ടാൽ നമുക്ക് ഇഷ്ടം തോന്നും, ചിലരെ കണ്ടാൽ നമുക്ക് വെറുപ്പ് തോന്നും. എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അതവിടെയാണ് നമ്മുടെ ചക്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നത്. നമുക്കറിയാത്ത, നമുക്കത് മനസ്സിലാവത്തില്ല. ചിലരെ കണ്ട് നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോകും. എന്താ കാര്യം വെച്ചാൽ ഒന്നും അറിഞ്ഞുകൂടാ, ഉണ്ടോ? ചിലരെ കണ്ട് നമ്മൾ അറിയാതെ വെറുത്തു പോകും. അയാളുമായിട്ട് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും, പക്ഷെ കാണുന്ന സെക്കൻഡ് നമ്മുടെ എനർജീസ് മീറ്റ് ചെയ്യത്തില്ല. ഇതൊക്കെ എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ചക്രങ്ങളിലാണ്. അപ്പൊ ചക്രശുദ്ധി കൊണ്ട് മനഃശുദ്ധി ഉണ്ടാവില്ലേ? ഈ മനസ്സെന്ന് വെച്ചാൽ വെറും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെയാണ് ഈ മനസ്സെന്ന്. അല്ലാതെ മനസ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഇരിപ്പില്ല. എന്നാൽ അനുഭവത്തിൽ മനസ്സുണ്ട്, വിചാരങ്ങളുണ്ടല്ലോ. ഇനി വിചാരം ഒതുങ്ങി എവിടെ മനസ്സെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ഇനി ശരീരത്തെ പറ്റി പറഞ്ഞില്ലേ? ശരീരം എന്ന് പറയുന്ന സ്ഥൂലമായ മനസ്സായ ശരീരം. സ്ഥൂലമായ ശരീരം എന്ന് വെച്ചാൽ നമ്മുടെ ആഹാരത്തിന്റെ സ്ഥൂല കണങ്ങൾ ചേർന്നുണ്ടായതാണ് ഈ ശരീരം. അതായത് മനസ്സിലാണ് ശരീരം ഇരിക്കുന്നത്. അല്ലാതെ തലച്ചോറിലിരിക്കുന്നത് ഈ ജന്മത്തെ കുറെ മെമ്മറീസ് ഒക്കെ ഇരിപ്പുണ്ടെന്നല്ലാതെ ബാക്കി ഒത്തിരി കാര്യങ്ങൾ താഴെയുണ്ട്. ഈ തല മാത്രമേ ഉള്ളൂ, വാല് വരെ ഇല്ലേ? തലയൊന്ന് കാലിയായാൽ മതിയെന്ന് പറയത്തില്ലേ? എന്തിനാ തലയൊട്ടി ഇടുന്നേ? ഇതൊന്ന് കാലിയായി കിട്ടിയാൽ മതി. അതായച്ചിരുമ്പോ കാലിയായിരുന്നപ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ചോദ്യം ഇല്ലായിരുന്നല്ലോ. പക്ഷെ പിന്നെയും വരും. കാരണം ചക്രങ്ങളിൽ ഇതിലൊക്കെ നമ്മൾ സ്റ്റോറി വെച്ചിട്ടില്ല ഒത്തിരി സ്മൃതി. ഇതൊന്ന് കാലിയായി കിട്ടിയാൽ ഇതിങ്ങനെ നടക്കും. ഇത് വിട്ടോ അപ്പോൾ പ്രശ്നം തുടങ്ങി. ഞാൻ പറയുന്ന കാര്യം പിടികിട്ടുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടോ? ഇത്ര അറിഞ്ഞാൽ മതി, ഇതേ ഉള്ളറിയാൻ. ദിസ് ഈസ് ഓൾ വർത്ത് നോയിങ്. ഇവിടെ ഇരുന്നുകൊണ്ട് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്ന് ഫങ്ഷൻ ചെയ്യാൻ പഠിക്കണം. അവിടെ ആ പ്രയാസം. ഇതിലേക്ക് വന്നാൽ പ്രശ്നമായി. ഇത് സാധാരണ ജീവിതം ജീവിക്കുന്നത് മാത്രം പ്രശ്നമല്ല. ഹിമാലയത്തിലിരിക്കുന്ന യോഗികൾക്കും ഇതേ പ്രശ്നമുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ഇത് തന്നെയല്ലേ. ആരുമായിട്ട് സമ്പർക്കമില്ല, ലോകമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്ത് ആനന്ദകരമായ ജീവിതം, ചിന്തിക്കുക പോലും ഇല്ല. ഇനി വേണമെങ്കിൽ അവിടെ എല്ലാ വിധത്തിലുള്ള സാധനം ഉണ്ട്. നല്ല ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, പരിശുദ്ധം ആയിരിക്കുന്ന, ഓൾവേസ് പരിശുദ്ധമായിരിക്കുന്ന അഗ്നി ജ്വലിപ്പിച്ച് സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്ന് അനാവശ്യം ആഹാരമില്ല, അനാവശ്യമായ ചിന്തകളില്ല, അനാവശ്യ ബന്ധങ്ങളില്ല, എല്ലായിട്ട് ഡിസ്കണക്ട്, സ്വസ്ഥം സുഖം. മലയൊന്ന് താഴെ ഇറങ്ങിയാൽ മറ്റുള്ളവർക്ക് പിടിക്കുന്ന സ്ഥിരമല്ലേ, അവർക്ക് ശീലമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. യോഗികൾക്ക് മാനേജ് കൂടെ ചെയ്യാൻ പറ്റും. തലയ്ക്കത് ചൂടടിക്കും. കാരണം എല്ലാം കണ്ടു തുടങ്ങും ശാന്തമായിരിക്കുമ്പോൾ. ഈ ശാന്തതയിൽ നിന്ന് അശാന്തിയിലേക്ക് കടന്നു വരുമ്പോൾ, അശാന്തിയോടുള്ള ബന്ധപ്പെടുമ്പോൾ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഉദാഹരണത്തിന് കല്യാണം കഴിച്ചവർക്ക് ഈ ബുദ്ധിമുട്ട് പലപ്പോഴും അറിയാൻ പറ്റും. ആ റേഞ്ച് അങ്ങോട്ട് പിടിച്ചു തുടങ്ങുമ്പോൾ അതുവരെ ഇല്ലാത്ത പല പ്രശ്നങ്ങളും ഉണ്ടായി തുടങ്ങും. മനസ്സിലായോ? ഞാൻ പറഞ്ഞെന്താന്ന് മനസ്സിലായല്ലോ. ഇത് അതിനു വേണ്ടിയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നു തോന്നുന്നു. യോഗിയാവാനുള്ള പ്രാക്ടീസാണ് ഈ വിവാഹം കഴിക്കുന്നത്. മനസ്സിലായോ? ഈ ലോകത്ത് വന്നു കഴിയുമ്പോൾ ഇത് വലിയ പ്രശ്നം. ഈ തത്വവും ജ്ഞാനവും ഒക്കെ അവിടെ മടക്കി അങ്ങ് വെക്കും. പക്ഷേ രക്ഷയില്ല. നിങ്ങൾക്കിതിനെ അനുഭവിച്ചുകൊണ്ട് ലോകത്ത് നിൽക്കണോ? സാധ്യമാണ്. അഘോരതന്ത്ര ധ്യാന സൂത്രത്തിന്റെ ഉദ്ദേശം തന്നെ ഇതാണ്. വി ലിവ് ഇൻ ദി പ്രാക്ടിക്കൽ വേൾഡ്. ഈ അറിവിനെ നമുക്ക് എങ്ങനെ ജീവിക്കാം? അതിന് വളരെ സരളമായിട്ട് നമ്മൾ പറയും, ഹൗ ടു ലേൺ മാനേജ് യുവർ ഓൺ മൈൻഡ്. ദാറ്റ്സ് ഓൾ. ഇത്രേ പറ്റൂ.
നമുക്ക് ഇല്ലാണ്ടാക്കാനൊന്നും പറ്റില്ല. ഇതൊക്കെ ഇവിടെ ഉണ്ട്. ചിന്തകൾ വരും, വിചാരങ്ങൾ വരും. ഇതല്ല ആദി സത്തയായ ബ്രഹ്മാവിന് പോലും വിചാരങ്ങളുടെ പ്രപഞ്ചം ഉണ്ടാവുന്നതായിട്ട് പറയുന്നു. എല്ലാവരിലും വിചാരം ഉണ്ടാകുന്നുണ്ട്. ശ്വാസം വലിക്കുന്നുണ്ടോ? വിചാരമുണ്ട്. പക്ഷെ എന്താ ചെയ്യേണ്ടത്? ആ വിചാര വികാരങ്ങളെ ശുദ്ധമാക്കുക. ഇതിനുള്ള അഭ്യാസം മാത്രമാണ് നമുക്ക് തരാൻ പറ്റുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചെയ്തെടുക്കണം. യമനിയമാദികളില്ലാതെ യോഗമില്ല എന്നാണ് പറയുക. യമം എന്ന് വെച്ചാൽ എന്താ? ആത്മനിയന്ത്രണം. എൻ്റെ വാക്കിനെയും മനസ്സിനെ കൺട്രോൾ ചെയ്യല് തന്നെ. നിയമം എന്ന് വെച്ചാൽ എന്താ? മറ്റുള്ളവരില്ലേ, മറ്റുള്ളവർക്ക് നമ്മൾ ലേഷനിലിരിക്കുമ്പോൾ അവരോട് എങ്ങനെ പെരുമാറണം, ഇത് ശീലമായിക്കോണം. അപ്പോഴാണ് കർമ്മങ്ങളൊക്കെ പൊങ്ങി വരുന്നത്. മുമ്പ് ചെയ്തല്ല, അയ്യോ ഞാൻ നല്ലതായിട്ടോ ഇങ്ങോട്ടും എന്താ അല്ലാടും എന്നോട് ഇങ്ങനെ പെരുമാറുന്നു വിചാരിക്കും. രക്ഷയില്ല. കർമ്മം അവസാനിച്ചേ പറ്റൂ. അതിൻ്റെ പേരാണ്, കർമ്മത്തെ അനുഭവിച്ചുകൊണ്ട് തന്നെ അതിനെ മാനേജ് ചെയ്തതിൻ്റെ പേരാണ് തപസ്. എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി, പക്ഷെ മറ്റവന് ആവില്ല. ബിക്കോസ് യുവർ ഇൻ്റലിജൻസ് റീച്ച്ഡ് ഹയർ ലെവൽ. ഹയർ ലെവലിലാകുമ്പോൾ മറ്റുള്ളവർക്ക് നീ മനസ്സിലാക്കണം, അവർ നിന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചുകൂടാ. ലോകം നിന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കരുത്. നിനക്ക് ലോകത്തെ മനസ്സിലാവുന്നുണ്ടോ എങ്കിൽ നീ മാറിക്കൊള്ളുക. ഡോണ്ട് ട്രൈ ടു ചേഞ്ച് ദ വേൾഡ്, ചേഞ്ച് യുവർ സെൽഫ്. ഇത് ഏറ്റവും പെയിൻഫുൾ ആയിട്ടൊരു പ്രോസസ്സാണ്. ഇതിൻ്റെ പേരാണ് തപം. നമ്മളെ തപിപ്പിച്ച് ഉരുപ്പിച്ചെടുക്കുക. അവസാനം ഈ ശാന്തിയെ പെർമനൻ്റ് ആയിട്ട് കിട്ടുന്ന നിർവികൽപ്പ സമാധി എത്തുമ്പോൾ മാത്രമേ ലോകത്തിരിക്കാൻ പറ്റൂ. സ്വസ്ഥമായിട്ട് ലോകത്തിരിക്കുക. അപ്പം പിന്നെ ലോകത്ത് പോയാലെന്ത്? ഹിമാലയത്തിൽ പോയാലുണ്ട്. എല്ലായിടത്തും പരമമായ ശാന്തി. കാരണം അകം ശാന്തി കൊണ്ട് നിറയുന്നു. ഇതിൻ്റെ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ദേഷ്യം വരുമ്പോൾ എല്ലാം പ്രശ്നമാണ് അല്ലേ? നമുക്ക് വെറുപ്പ് വരുമ്പോൾ എല്ലായിടത്തും നമുക്ക് വെറുപ്പ് തോന്നും. നമ്മൾ കാമം ഉണ്ടാകുമ്പോൾ കാമോർജം ചുറ്റുന്ന് പ്രവഹിക്കുന്നത്. നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് അപ്പുറത്ത് പ്രവഹിക്കുന്നു. അതായത് എനിക്ക് സുഖമാണെങ്കിൽ എല്ലായിടത്തും സുഖമാണ്, എല്ലായിടും എയർ കണ്ടീഷനിലാണ്. എനിക്ക് ദുഃഖമാണെങ്കിൽ എല്ലായിടത്തും ദുഃഖം. ഇതെന്ത് പരിപാടി? അപ്പോൾ ഈ ലോകമായിട്ട് നമ്മൾ അറിയുന്നതും കാണുന്നതും ഞാനെന്നുള്ള വ്യക്തിയെ കേന്ദ്രീകരിച്ചല്ലേ? ആ കേന്ദ്രീകൃതമായ വ്യക്തിബോധത്തെയാണ് മനസ്സെന്ന് പൂർണ്ണ രൂപത്തിൽ പറയുന്നത്. ഈ വ്യക്തിയെ ശുദ്ധീകരിക്കാന്ന് വെച്ചാൽ എന്താ? വ്യക്തിത്വത്തിൽ നിന്ന് ഉയർന്ന് ആത്മതത്വത്തിലേക്ക് ഉണരുക എന്നാണ് അർത്ഥം. ഞാനൊരു വ്യക്തിയാണെന്ന് എൻ്റെ ധാരണയല്ലേ? എൻ്റെ പേരല്ലേ എൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളം? എന്താണ് പേര്? എന്താണ് താങ്കളുടെ പേര്? എന്താണ്? ഗോകുൽ. ഗോകുൽ എന്ന് വിളിച്ചാൽ മാത്രമേ താങ്കൾ വിളി കേൾക്കൂ. വേറെ പേരിട്ട് വിളിച്ചാൽ കേൾക്കില്ല. കാരണം എന്താ? താങ്കൾ ആ പേരുമായിട്ട് ഇത്ര ഐഡന്റിഫിക്കേഷനിലാണ് വന്നിരിക്കുന്നത്. മുഹമ്മദ് എന്ന് വിളിച്ചാൽ താങ്കൾ വിളി കേൾക്കില്ലല്ലോ. ജോസഫ് എന്ന് വിളിച്ചാലും കേൾക്കില്ല. അതെന്തുകൊണ്ട്? ഒരു പക്ഷേ അവേർഷൻ ഉണ്ടായേക്കാം. കാരണം മുഹമ്മദ് എന്നുള്ള പേര് താങ്കളുമായിട്ട് ഒത്തിരി ദൂരെ നിൽക്കുന്നുണ്ടാവാം. ജോസഫ് എന്നുള്ള പേര് ഒത്തിരി ദൂരെ വെക്കുന്നത് കാരണം താങ്കളൊരു ഹിന്ദു ആയിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ ക്രിസ്ത്യാനി ആയിരിക്കാം, അല്ലെങ്കിൽ താങ്കൾ മുസൽമാൻ ആയിരിക്കാം, ബുദ്ധിസ്റ്റ് ആയിരിക്കാം, നേത്യസ്റ്റ് ആയിരിക്കാം. ഇതെല്ലാം ഐഡന്റിഫിക്കേഷനാണ്. ഈ ഐഡന്റിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട താങ്കളുടെ സകല കാര്യങ്ങൾ. കാരണം കണ്ണാടി നോക്കിയ എൻ്റെ ഫോട്ടോ എന്ന് ഞാൻ പറയുമല്ലോ. കാരണം എൻ്റെ രൂപത്തെ ഞാൻ മനസ്സിൽ ധരിച്ചു. ഒന്നെൻ്റെ നാമം, ഒന്നെൻ്റെ രൂപം. ഇതുമായിട്ട് ഞാൻ വളരെ ഐഡന്റിഫൈ ആയിരിക്കുന്നു. ഇതാണ് ഞാനെന്ന് ഞാൻ ധരിച്ചിരിക്കുന്നു. ഇതൊരു തെറ്റിദ്ധാരണയല്ലേ? പക്ഷെ ഇതില്ല നമുക്ക് ഈ ലോകത്ത് ഫങ്ഷൻ ചെയ്യാൻ പറ്റുമോ? വേറൊരാൾ ഞാനാണ് ഗോകുൽ എന്ന് പറഞ്ഞാൽ പരിചയക്കാർക്ക് അറിയില്ലേ? ബാങ്കിന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ഗോകുലിനെ അന്വേഷിച്ച് വേറെ ആരും പോവില്ലല്ലോ, താങ്കളെ തന്നെ അന്വേഷിച്ച് വരികയും ചെയ്യും അല്ലേ? അപ്പൊ ലോകം നാമരൂപങ്ങളാൽ മാത്രമാണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അധ്യാത്മം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഒഴിവാക്കലാണോ? അല്ല. ഞാൻ ഈ സത്യമല്ലെന്നുള്ള തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ അധ്യാത്മം. ബാക്കി ലോകത്ത് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ മനസ്സ് വേണം. ആ മനസ്സ് വഴി തന്നെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം നമ്മുടെ മനസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. വേറെ വല്ല വഴിയുണ്ടോ? എനിക്കറിഞ്ഞൂടാ. അല്ലെങ്കിൽ ശാന്തമായിട്ട് ഇരുന്നുകൊള്ളുക. ശരീരം ദ്രവിച്ചു പൊക്കോട്ടെ. ജ്ഞാന മാർഗത്തിൽ അങ്ങനെ പറ്റും. അങ്ങനെ ഒരു സാധനം ഇല്ല ഈ സത്യത്തിൽ ഇരിക്കുന്നവർക്ക്. നീതിയും അനീതിയും സുഖവും ദുഃഖവും നന്മയും തിന്മയും ഒന്നും ഇല്ല. ഇതൊക്കെ മനസ്സിന്റെ കളികൾ മാത്രമാണ്. നമ്മളിപ്പം ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പോരാട്ടങ്ങളൊക്കെ അനീതികൾക്കെതിരെ താങ്കൾ കണ്ടിട്ടുണ്ടോ? താങ്കളുടെ മനസ്സിലല്ലേ അതും, സങ്കല്പങ്ങളിലല്ലേ അതും. യാഥാർത്ഥ്യത്തിലാണോ എന്ന് ചോദിച്ചാൽ യെസ്, യാഥാർത്ഥ്യ സത്യത്തിലുണ്ടോ? ബ്രിട്ടീഷുകാർ വന്നു, ഇന്ത്യ ഭരിച്ചു. ആ കൂട്ടത്തിൽ ബ്രിട്ടീഷുകാരനായില്ലായിരുന്നു താനെന്ന് എങ്ങനെ അറിയാം?
ലോർഡ് മെക്കോലയോ എന്താ അങ്ങനെ പറയുമല്ലോ അതൊക്കെ അതൊക്കെ ആയിരുന്നില്ല താനെന്ന് തനിക്കെങ്ങനെ അറിയാം? അങ്ങനെയൊക്കെയല്ലേ ഇവിടെ പറയുന്നത് നമ്മൾ വേറൊന്നാവും. ഇന്ത്യ നശിപ്പിച്ച ഒരുപക്ഷെ താങ്കൾ അല്ലാന്ന് താങ്കൾക്ക് അറിയാം. നേരത്തെ മുസൽമാനാവില്ലെന്നോ ക്രിസ്ത്യാനി ആവില്ലെന്നോ വേറൊന്നാവില്ലെന്നോ എങ്ങനെ അറിയാം? പട്ടിയോ പൂച്ചയോ ഇങ്ങനെയൊക്കെ ആവുന്നല്ലേ പറയുന്നത്. എങ്ങനെ അറിയാം? നമുക്കൊന്നും അറിയില്ല. ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറി, അവൻ ജയിച്ചവൻ എഴുതി വെച്ച കഥകളാണ്. അതും നമുക്കറിയില്ല സത്യമാണോ മിഥ്യയാണോ ഒന്നും അറിയില്ല. പിന്നെ ഇതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചു, പഠിച്ചു, വായിക്കുന്നു, അതിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. കൊള്ളാം, നല്ല കാര്യമാണ്. പ്രാക്ടിക്കൽ ലൈഫിനും ആവശ്യമാണ്. വ്യക്തിപരം അതെ, കൊലപാതകം മോശപ്പെട്ട കാര്യമാണോ? അതെ, പട്ടാളക്കാരൻ ഇപ്പോൾ വന്ന ഈ പഹൽഗാമിലാകെ അവരെ ഒന്നും പിടിച്ച് കൊല്ലരുത്. അതായത് ഇവരെയൊക്കെ കൊന്നവരെ ഒന്നും ചെയ്യരുത്. അവരെ പിടിച്ച് പതുക്കെ കൊണ്ടുവന്ന് മക്കളെ ഇങ്ങനെയൊക്കെ എന്തിനാടാ ചക്കരയെന്നൊക്കെ വിളിച്ചോണ്ട് വരണം ഇല്ലേ? അതോ കിട്ടിയ എല്ലായിടത്തും തുളയിട്ട് വെക്കണോ? അപ്പൊ കൊലപാതകം അല്ല പ്രശ്നം. ഈ പറഞ്ഞതാണ് കാഴ്ചപ്പാട്, പെർസ്പെക്റ്റീവ്. അവിടെയല്ലേ പ്രശ്നം. അത് മനഃശുദ്ധിയാവാതെ എങ്ങനെ മനസ്സിലാവും കൂട്ടാ? പെട്ടെന്ന് മനസ്സ് കയറി പിടിക്കുമോ അത് ശരിയല്ല, എന്നോട് അയൽവക്കാരൻ ചെയ്തില്ല, അരുത് മാന്തി കിട്ടു, അവൻ ചെയ്ത് ശരിയായില്ല, എൻ്റെ വണ്ടിയുടെ കാറ്റൂരി വിട്ടു, ഇങ്ങനെയൊക്കെ പല പല പ്രശ്നങ്ങളല്ലേ ജീവിതത്തിൽ. ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ലോകത്തുള്ളതാണ്, ഇതിനൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ഇത്രേ ഉള്ളൂ. ഇവിടെ നിന്നാ നീ എന്നും ഈ ട്രാഫിക് കിടക്കല്ലേ ഉള്ളൂ. അതിനെങ്ങനെ ഊരും? കുരുക്കപ്പെട്ട് കിടക്കുകയല്ലേ. നമ്മൾ സൊല്യൂഷൻ അല്ല നോക്കുന്നത്, പ്രശ്നങ്ങളിലേക്ക് വീണ്ടും വീണ്ടും ആഴങ്ങളിലേക്ക് ഇറങ്ങുകയല്ലേ ചെയ്യുന്നത്. മൃഗങ്ങൾ പോലും പ്രശ്നങ്ങൾക്കല്ല പരിഹാരമാണ് നോക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ എങ്ങനെ രക്ഷപ്പെടണം ആദ്യം നിന്ന് അല്ലേ? നമ്മളോ പ്രശ്നങ്ങളെ അനലൈസ് ചെയ്ത് എന്തിനു വേണ്ടി നമ്മൾ ഇത്രയേറെ അനലൈസ് ചെയ്യുന്നത്? താങ്കൾ റിസർച്ചറാണ്, ഐ അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ താങ്കൾ എഞ്ചിനീയർ ആണ് അല്ലേ? എഞ്ചിനീയർ ആകുമ്പോൾ അനലൈസ് ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായി, അത് എന്തുകൊണ്ടുണ്ടായെന്ന് അറിയണം, പഠിക്കണം, അടുത്ത തവണ അത് ഉണ്ടാവാതിരിക്കാൻ. ബിക്കോസ് യു ആർ ഗോയിങ് വിത്ത് എ സിസ്റ്റം. സിസ്റ്റത്തിലെല്ലാം കാര്യങ്ങൾ കഴിവതും സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ ഒരു കാര്യം ചെയ്യുന്ന പോലെ വേറൊരാവശ്യം അതേ കാര്യം ചെയ്യാൻ പറ്റുമോ? എപ്പോഴും വ്യത്യാസങ്ങളില്ലേ. ഒരു കാര്യം നമ്മൾ ഡ്രോയിങ് വരച്ചു കഴിഞ്ഞാൽ ഡ്രോയിങ് പോലെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ എന്തെങ്കിലും കാര്യം സാധിക്കുമോ? ഈവൻ 80% ചെയ്യാൻ പറ്റിയത് തന്നെ സക്സസ്ഫുൾ ആയി. 100% സാധനം ഉണ്ടോ? എവിടെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് ഇല്ല, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മനുഷ്യൻ? എന്നാ എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ മനസ്സെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾവേസ് ബ്രിങ് ഇംപെർഫെക്ഷൻസ്. ബിക്കോസ് മൈൻഡ് ഈസ് നോട്ട് ഹോൾസംനെസ്, ദാറ്റ്സ് ലിമിറ്റേഷൻ ഈസ് കോൾഡ് മൈൻഡ്. ഒരു വിചാരത്തിലുള്ള നമ്മുടെ ലിമിറ്റേഷനല്ലേ ആ മനസ്സെന്ന് പറയുക. ആ ലിമിറ്റേഷനാണ് നമ്മുടെ പ്രശ്നം. ഗോ അൺലിമിറ്റഡ്, ദാറ്റ്സ് ഓൺലി സൊല്യൂഷൻ. നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ, ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ ധർമാധർമ്മങ്ങളിൽ നിന്ന് ഒരു ഉണ്ട് തീർച്ചയായും വേണം. ധർമ്മം എന്ന് വെച്ചാൽ എന്താ? ഈ സൃഷ്ടിക്ക് ആധാരമായത് ധാരണം ചെയ്യുന്നതാണ് ധർമ്മം. അത് പരമാർത്ഥമാണ്. പരമാർത്ഥത്തിൽ ആ ധർമ്മം ശരി തന്നെയാണ്. ഈശ്വരനെ അറിയുക അല്ലെങ്കിൽ സ്വയം അനുഭവിക്കുക എന്നുള്ളതാണ് ആ പരമമായ ധർമ്മം. ആ പരമമായ ധർമ്മമാണോ സാധാരണ മനുഷ്യന്റെ ധർമ്മം? സ്വധർമ്മം എന്ന് പറയുന്ന സാധനമില്ലേ? അതെന്താണ്? നമ്മൾ ജനിച്ച സിറ്റുവേഷൻസ് നമ്മുടെ ജോലി, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെയല്ലേ സ്വധർമ്മം. ആ സ്വധർമ്മം ചെയ്യണത്തിന് വളരെ പ്രാധാന്യമുണ്ട് ഇല്ലേ? കാരണം സ്വധർമ്മം ചെയ്യാത്തതിന് പരമമായ ധർമ്മത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. കാരണം മനസ്സെപ്പോഴും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചുകൊണ്ടിരിക്കും. സ്വധർമ്മം നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്നവർ പരമധർമ്മത്തെപ്പറ്റി തീർച്ചയായും ആലോചിച്ചു തന്നെ ഇരിക്കണം. അവനെ നിഷ്ഠയായിട്ട് അതിനകത്ത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സ്വധർമ്മം നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്, അത് അനുഷ്ഠിക്കണം. അത് നല്ലത് തെറ്റോ എന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം എന്ത് കാരണവശാലും താങ്കൾക്കൊരു ഡ്യൂട്ടി എത്തിച്ചേർന്നിരിക്കുന്നു, താങ്കളുടെ ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. അതുപോലെ താങ്കൾക്ക് ചെയ്യേണ്ടതായ ഒരു ജോലി താങ്കളുടെ കയ്യിലുണ്ട്. അത് ചെയ്യുക, നല്ലത് ബെസ്റ്റായിട്ട് ചെയ്യാന്നല്ലാതെ താങ്കൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? അതൊരു ട്രാപ്പ് തന്നെയാണ്. പക്ഷെ വേറെ എന്താ വഴി? ഈ ട്രാപ്പിൽ നൂറണമെങ്കിലും ഇതിനെ നല്ല രീതിയിൽ ചെയ്യാന്നുള്ളത് തന്നെയല്ലേ ഇതിനുള്ള ഊരാനുള്ള വഴി പോലും. അല്ലെങ്കിൽ ഇത് പെട്ടുപോകും. പണം ഉണ്ടാക്കാൻ മനുഷ്യൻ പോകുന്നു, പണം ഉണ്ടാക്കി 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 പിന്നെ സൂഹിക്കാന്നാണ് വിചാരിക്കുന്നത്. എവിടെ സൂഹിക്കാനാ? പണം ഉണ്ടാക്കി വലിയ തലങ്ങളിൽ എത്തുമ്പോഴത്തേക്കാണ് മനസ്സിലായ പ്രായമായി, പല്ലില്ല, ഒന്നും തിന്നാനും മേല, ജീവിക്കാനും മേല, രസിക്കാനും മേല, ഒന്നും പറ്റാത്ത അവസ്ഥ എത്തിച്ചേരുന്നത്.
അതുപോലെ ഓരോ വാശിയും വൈരാഗ്യമായിട്ട് മനുഷ്യൻ ജീവിച്ച് നശിച്ച് നാറി മരിച്ചു പോവുക ചെയ്യുന്നത്. കാരണം എന്താ? സ്വധർമ്മമായിട്ട് അനുഷ്ഠിക്കാത്തത് കൊണ്ടാണ്. ഇനി പരമധർമ്മത്തെ അറിഞ്ഞാലോ, ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കും, ഞാൻ ഇരുന്ന് ഊരിപ്പോവുകയും ചെയ്യും. പരമധർമ്മത്തെ അറിഞ്ഞാൽ മാത്രമേ ഊരാൻ പറ്റൂ. സ്വധർമ്മം അനുഷ്ഠിക്കാത്തവന് പരമമായ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ സാധിക്കുക. ഇതൊക്കെയാണ് ധർമ്മത്തെപ്പറ്റി എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം.